നല്ല റാഹത്തായിട്ട് കൊടുക്കാൻ വേണ്ടി എല്ലാവർക്കും നല്ല തൃപ്തിയായിട്ട് കഴിക്കാനുണ്ടോ. ഹായ് ഗൈസ്, അസ്സലാമു അലൈക്കും. ഞാനുള്ളത് നമ്മുടെ ആലപ്പുഴ പടിഞ്ഞാറൻ ഷാഫി ജുമാ മസ്ജിദ് പള്ളിയിലാണ്. മുഹറം 10-നോടനുബന്ധിച്ച് ഇവിടെ ഒരു നേർച്ചച്ചോറുണ്ട്. ആ നേർച്ചച്ചോറ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതായത് 45 ചെമ്പ് പോത്ത് ബിരിയാണിയാണ് ഇവിടെ വെക്കുന്നത്. അപ്പം അതിൻ്റെ കുറേ കാഴ്ചകളും അവിടുത്തെ കാര്യങ്ങളും എല്ലാം നിങ്ങളെ കാണിക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. കഴിഞ്ഞ വർഷം ഞാൻ ഓർത്തിയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി എടുക്കണമെന്ന്. കഴിഞ്ഞ വർഷം എന്തുകൊണ്ടോ അത് പറ്റിയില്ല. പടച്ചവൻ്റെ അനുഗ്രഹത്താൽ ഇത്തവണത്തെ ഫുൾ വീഡിയോ എനിക്ക് നിങ്ങൾക്ക് വേണ്ടി എടുക്കാൻ സാധിച്ചു. തുടക്കം മുതൽ തീരുന്നത് വരെയുള്ള എല്ലാ വീഡിയോയും ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതായത് നേർച്ചച്ചോറ് ഉണ്ടാക്കുന്ന വീഡിയോ, പള്ളിയിലെ കുറേ കാര്യങ്ങൾ, പിന്നെ ഇത് മേടിക്കാനുള്ള തിരക്കുകൾ. ഞാൻ ഇതിൻ്റെ മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആഫ്റ്റർ ബിഫോർ വീഡിയോ ഇട്ടിട്ടുണ്ട്. പള്ളിയിലെ തിരക്കുള്ള സമയത്തുള്ള വീഡിയോയും അതായത് പള്ളിയിൽ ആളില്ലാത്ത സമയത്തുള്ള വീഡിയോയും മൊത്തം ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് ഈ വീഡിയോ കാണണം. നല്ലൊരു കാഴ്ചയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഒരിക്കലും മടുക്കുന്നൊരു വീഡിയോ അല്ല. ഒത്തിരി കാര്യങ്ങളുണ്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി. നിങ്ങൾ കണ്ടു നോക്ക്. എന്നിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യും. ഓക്കെ, ഇതേ കിടക്കുന്നുണ്ട്. നല്ല അടിപൊളി പോത്തുകളെയൊക്കെ കൊണ്ട് കെട്ടിയിട്ടുണ്ട്. പിന്നെ അപ്പുറത്തെ പറമ്പിലും കൊണ്ട് കെട്ടിയിട്ടുണ്ട്. ഇതിനെയൊക്കെ രാത്രിയാണ് ഇറക്കുന്നത്. നോക്ക്, അൽഹംദുലില്ലാ, നമ്മൾ ഉറൂസ് മുബാറക്ക് സയ്യിദ് മുത്തലിബ് തങ്ങൾ ഖദ്ദസല്ലാഹു തങ്ങളവറുകളുടെ ഉറൂസ് മുബാറക്ക് ആലപ്പുഴയിലെ ആത്മീയ ചൈതന്യമാണ്. 10,000-കണക്കിന് ആളുകളാണ് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നിട്ട് ഇന്നും നാളെയുമായി ദർഗയിലേക്ക് ഒഴുകിയെത്തുന്നത്. അവർക്കൊക്കെ മുഹറം 9-ൻ്റെയും 10-ൻ്റെയും നോമ്പ് തുറ നാളത്തെ അന്നദാനം കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ ഒരുപാട് ആത്മീയ ചൈതന്യം കൊണ്ട് കറാമത്തുകൾ കൊണ്ടൊക്കെ വലിയ അത്ഭുതങ്ങളൊക്കെ കാണിച്ചിട്ടുള്ള മഹാനവറുകളാണ് ഇവിടെ അന്ത്യവിശ്രമം കൊണ്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയും ഇതര സമുദായങ്ങളടക്കം സമൂഹത്തിലുള്ള ഇതര സമുദായങ്ങളും നമ്മുടെ സമുദായത്തിലുള്ള ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് 10,000-ങ്ങളാണ് നാളെ ഒഴുകിയെത്തുന്നത്. എല്ലാവർക്കും ഉറൂസ് മുബാറക്ക് ആശംസകൾ അർപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. മുഹറം 9-ന് രാത്രിയിലുള്ള ഒരു കാഴ്ചയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരുന്നത്. ആ പള്ളിയിൽ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. നോക്കിക്കേ, എന്ത് ഭംഗിയുള്ളൊരു കാഴ്ചയാണെന്ന് നോക്കൂ. നല്ല രസമില്ലേ? നമ്മളോട് ചോദിച്ചിട്ടാണോ വീഡിയോ എടുക്കുന്നത്? ഇത് ചെമ്പിനകത്ത് മസാലയൊക്കെ സെറ്റ് ചെയ്തിട്ടേക്കുവാണ്. അതായത് ഞാൻ ഈ മസാല സെറ്റ് ചെയ്യുന്ന വീഡിയോ എടുത്തില്ല. പണ്ടാരിമാരുടെ സ്പെഷ്യൽ കൂട്ടുകളൊക്കെ കാണുമല്ലോ, അതുകൊണ്ടാണ് ആ വീഡിയോ എടുക്കാണ്ടിരുന്നത്. ഇതാണ് നമ്മുടെ പോത്തുകൂട്ടന്മാരെ വെട്ടുന്ന ഒരു ഏരിയ. എല്ലാം നമ്മുടെ ബന്ധപ്പെട്ടവർ തന്നെയാണ്. നോക്ക്, നമ്മൾ രാവിലെ കാണിച്ചെന്ന ആ പോത്തിനെയൊക്കെയാണ് ഈ കെട്ടി തൂക്കിയിട്ടിരിക്കുന്നത്. കണ്ട, ഇതിനെയൊക്കെ അറുത്തിട്ടിട്ടുണ്ട്. പിന്നെ ഇതിനെയൊക്കെ വെട്ടി മാറ്റിയിട്ട് വേണം അപ്പുറത്തെ പറമ്പിൽ നിൽക്കുന്ന പോത്തുകളൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരും. കണ്ട, അടിപൊളി പോത്ത. അതേ കണ്ട അതേ ആ ഇറച്ചി പീസൊക്കെ നോക്കി. കണ്ട, അയ്യ നല്ല രസമില്ലേ ഈ പോത്തിന് വെട്ടുന്ന കാണാനല്ലേ? നല്ല അലുവ പീസ് കണക്ക് കിടക്കുന്ന ഇറച്ചി. ഇത് കാണാം, ഇപ്പൊ കുത്തുപ്പോണിക്കകത്ത് കാണാം. കണ്ട, അടിപൊളിയായിട്ട് പീസായിട്ട് ബിരിയാണി ലെവലിൽ മുറിച്ചിട്ടേക്കുക.
ഇതാണ് പള്ളിയിലെ മുദീർ. എവിടെയും കാണും മുദീർ. മൊത്തം 42 എമ്പ് പറഞ്ഞെല്ലാം പറയണ. പരിശുദ്ധമായ ജമാഅത്ത് പള്ളിയിലെ ആണ്ട് നേർച്ചയോടനുബന്ധിച്ചുള്ള ബിരിയാണി വെപ്പിൻ്റെ പരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നടന്നു പോണി കണ്ട നല്ല പോത്തിറച്ചിനകത്ത് ഇട്ടിരിക്കുകയാണ്. കണ്ട തീ കൊടുക്കണം, വേവിക്കണം. കണ്ടില്ലേ നമ്മുടെ ജമാഅത്ത് പള്ളിയിൽ പടിഞ്ഞാറൻ ഷഫീഖ് മാസിൽ 45 എമ്പ് പോത്ത് ബിരിയാണി. അപ്പൊ ഇതാണ് നമ്മുടെ പടിഞ്ഞാറൻ ഷഫീഖ് മാമസിലെ കാഴ്ച. സമയം രാത്രി ഒരു 12 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും. അപ്പൊ ഇത് രാത്രിത്തെ കാഴ്ചയാണ് നമ്മളിത് ഈ കണ്ടോണ്ടിരിക്കുന്ന പടിഞ്ഞാറൻ ഷഫീഖ് മാമസിലെ. കണ്ടില്ലേ എന്ത് ഭംഗിയായിട്ടാണ് പള്ളി ഒരുക്കിയിരിക്കുന്നത് നോക്കിക്കേ. കണ്ട പള്ളിയുടെ ഓപ്പോസിറ്റ് തന്നെയുള്ള ഒരു പറമ്പുണ്ട്. അവിടെ ഇട്ടാണ് ഈ ബിരിയാണിയൊക്കെ വെച്ചിരിക്കുന്നത്. ഈ നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഈ പുകയൊക്കെ വരുന്നത്. കണ്ട തീയും പുകയും മാത്രം. ഇതാണ് പള്ളി. കണ്ട രാത്രി നിന്ന് ഞാൻ എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് ഈ വീഡിയോ എടുക്കുകയാണ്. എനിക്ക് ഫുൾ വീഡിയോ ആയിട്ട് നിങ്ങളെല്ലാവരും കാണിക്കണമെന്നുണ്ടായിരുന്നു. അത് ഞാൻ ചെയ്യും. ആ വീഡിയോ തുടക്കം മുതൽ അവസാനം വരെ നല്ല രീതിയിൽ തന്നെ എടുത്ത് കാണിക്കും നിങ്ങളെല്ലാവരും. കണ്ട കഴിഞ്ഞ വർഷം ഞാൻ എൻ്റെ ചെറിയൊരു റീൽ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ വർഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നേർച്ചച്ചോറ് തുടക്കം മുതൽ എടുക്കണമെന്നൊരു ആഗ്രഹമായിരുന്നു. എന്തായാലും തുടക്കം മുതൽ കിട്ടിയിട്ടുണ്ട്. ഇനി ബാക്കി വീഡിയോയും കൂടെ കിട്ടണം. ഇപ്പം ഇറച്ചിയൊക്കെ വേവിക്കാൻ ഇടുന്ന എടുത്ത്, പിന്നെ മസാലയൊക്കെ ഇടുന്ന വീഡിയോ, ഇങ്ങനെ പോത്തിനെ അറക്കുന്ന വീഡിയോ എല്ലാം എടുത്തിട്ടുണ്ട്. ഇനി ഈ അരിയൊക്കെ വേവിച്ചിടുന്നതും ദം ചെയ്യുന്നത്, പിന്നെ ചെമ്പ് പൊട്ടിക്കുന്നത് എല്ലാം എടുക്കണം. ഭയങ്കര ആഗ്രഹം എടുക്കും. മൊത്തം വീഡിയോ നിങ്ങളെ ഞാൻ കാണിച്ചു തന്നിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് അരിയൊക്കെ ഇടുന്ന സമയത്ത് വരാം. അത് സുബൈ നമസ്കാരം കഴിഞ്ഞിട്ടുള്ളൂ. ഇപ്പോൾ ഒരു 12 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് ഇങ്ങനെ ഈ 45 ബിരിയാണി ദമ്മൊക്കെ ചെയ്യാൻ കുറേ പോസ്റ്റ് ഉണ്ടല്ലോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ മുഹറം 10 ഒരു 4 മണിയൊക്കെ ആകുമ്പം ചോറ് കൊടുക്കാൻ തുടങ്ങും. അതായത് ഒരു 12-11 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ദമ്മൊക്കെ പൊട്ടിച്ച് പാക്ക് ചെയ്യാൻ തുടങ്ങും. അപ്പം നമുക്ക് എന്തായാലും ബാക്കി കാണാം. അപ്പം ഞാൻ ഇപ്പോൾ പോട്ടെ. അപ്പോൾ അതേ അതിരാവിലെ തന്നെ ഞാൻ വന്നിരിക്കുകയാണ്. നമുക്ക് അരിയൊക്കെ വേവിച്ചിരുന്ന കാണണ്ടേ, അതിന് വേണ്ടി വന്നതാണ്. അപ്പം ഞാൻ വന്നപ്പോഴത്തേക്കും 2-3 എമ്പൊക്കെ അവർ ദം ചെയ്തായിരുന്നു. അപ്പോൾ എനിക്ക് ഭാഗ്യമുണ്ട്. അപ്പം എനിക്ക് വേണ്ടി 2-3 എമ്പൊക്കെ അവർ ദമ്മി ചെയ്യാൻ വേണ്ടി ഇരിക്കുമായിരുന്നു. അപ്പം ഞാൻ വന്നപ്പോഴത്തേക്കും അരിയൊക്കെ നല്ലതുപോലെ വേവിച്ചിട്ട് ആ മസാലയൊക്കെ സെറ്റ് ചെയ്ത ചെമ്പിനകത്തോട്ട് അരി കോരിയിടുന്ന ഒരു രംഗമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതേ കണ്ടു നോക്കി എങ്ങനെ ഉണ്ടെന്ന്. അടിപൊളിയാണേ, നല്ല അടിപൊളി റൈസ്. അത് കണ്ടാൽ തന്നെ അറിയാം, നല്ല മുല്ലപ്പൂ ഉണക്കിയിരിക്കുന്ന റൈസ്. അപ്പോൾ അത് തിന്ന എന്ത് ടേസ്റ്റ് ആയിരിക്കും. ഇതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് വേണം ഒന്ന് കഴിക്കാൻ. എന്തായാലും ബാക്കി കൂടെ നിങ്ങൾ കണ്ടു നോക്ക്. നമ്മുടെ
ബിരിയാണി ദം ചെയ്തിട്ടിരിക്കുന്നുണ്ടോ? കണ്ടോ, ദം ചെയ്തിട്ടേക്ക്. 45 ചെമ്പ് ബിരിയാണി ഉണ്ട്. വേണമെങ്കിൽ എണ്ണിക്കോ, നിങ്ങളെല്ലാവരും പറയരുത് വെറുതെ തള്ളാണത്. കണ്ട, വെളുപ്പിന് 1 മണിക്ക് തുടങ്ങിയ പരിപാടിയാണ്. അതല്ല, അരി കയറ്റാൻ 1 മണിയായപ്പോൾ തുടങ്ങിയത്. ഇത് കണ്ട, അരി കോരിയിട്ടോണ്ടിരിക്കുകയാണ്. ബാക്കിയൊക്കെ ദം ചെയ്തിട്ടേക്കാണ്. കുറേയൊക്കെ ദം ചെയ്തിട്ടേക്കാണ്. ബാക്കി ഇവിടെ അരി വേവിച്ചിട്ടോണ്ടിരിക്കുക. കണ്ടോ, പണ്ടാരിമാരൊക്കെ തളർന്നു നോക്കിയിരിക്കുകയാണ്. ഇന്നലെ തുടങ്ങിയ പരിപാടി. കണ്ടോ, ഇതൊക്കെ ദം ചെയ്യാനുള്ള ഞാൻ രാവിലെ തന്നെ വന്നതാണ് ഈ വീഡിയോ എടുക്കാനായിട്ട്. കണ്ട, എന്ത് മണമെന്ന് പറയുന്നത് അടുത്ത് കഴിഞ്ഞിട്ട്. മസാല ഞാൻ രാവിലെ തന്നെ ദമ്മിടുന്ന കാണാൻ വേണ്ടി വന്ന. ഇന്നലെ വെളുപ്പിന് വരണമെന്ന് ഉദ്ദേശിച്ചത്, പക്ഷെ മഴ കാരണം എനിക്ക് എണീക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ ഓർത്തെനിക്ക് ഈ ദമ്മിടുന്ന കാണുന്ന ഭാഗ്യം നിങ്ങൾക്ക് എല്ലാവർക്കും കാണിക്കാൻ പറ്റിയത്. പക്ഷേ ഞാൻ വന്നപ്പോഴത്തേക്ക് ഇവിടെ ദമ്മ് കുറച്ചൊക്കെ ഇട്ടായിരുന്നു. ബാക്കി നമുക്ക് വേണ്ടി കുറച്ച് ദമ്മ് ഇടാനായിട്ട് സെറ്റ് ചെയ്തിട്ടിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങളെല്ലാവരെയും കാണിക്കാൻ പറ്റി അരിയൊക്കെ വേവിച്ചിടുന്നത്. കണ്ട, പൊന്നു ഇവിടെ നിൽക്കാൻ പോലും പോയി അമ്മ ഒരു ചെയ്തു. ഇതാണ് നമ്മുടെ മെയിൻ പണ്ടാരി കെബീറിക്ക. കണ്ടോ, കണ്ടോ, ചെമ്പുണ്ടല്ലോ. ഞാനും കണ്ടില്ല എന്നൊന്നും പറയരുത്. എറിയുണ്ടായിരുന്നോ? നമ്മളെ പള്ളീന്റെ പുറത്ത് തന്നെ ചക്കരക്കഞ്ഞി ഉണ്ടാക്കുന്നുണ്ട്. അതായത് വൈകിട്ട് വരുന്നവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ചക്കരക്കഞ്ഞി. അതും പള്ളീന്റെ ഇപ്പുറത്ത് തന്നെയാണ്. രാവിലെ ഉണ്ടാക്കുമെന്ന് പറഞ്ഞാണ്. ഞാൻ വരാൻ ഇച്ചിരി താമസിച്ചു. അത് കൊള്ളായിരുന്നു. അത് കൊള്ളായിരുന്നു. ഇതിപ്പോ മേടിച്ചാണ് പട്ട്? ഇല്ല, ഇത് പള്ളിയിലെ പട്ടാണ്. അല്ല, ഇതുപോലത്തെ ഒറ്റ കളർ കിട്ടിയാൽ മതിയായിരുന്നല്ലേ? അല്ലേ? രാവിലെ തന്നെ അതെ സൂര്യൻ ഉദിച്ചു വരുന്ന അയവ. പള്ളിയിലോട്ടുള്ള ചീരണികളൊക്കെ ആയിട്ട് ഓരോരുത്തർ ഇങ്ങനെ വന്നിട്ടിരിക്കുകയാണ്. താജിക്ക് രാവിലെ തന്നെ പഴമൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. കൈനീട്ടം. അപ്പം മുഹറം 10-നോടനുബന്ധിച്ച് അവിടെ അടങ്ങിയിരിക്കുന്ന മഹാന്മാരുടെ ഖബറുകളൊക്കെ ഒരുക്കുന്നത് സുല്ലപ്പനാണ്. സുല്ലപ്പനും വാപ്പായും കൂടെ നിന്നാണ് അതൊക്കെ ചെയ്യുന്നത്. സുല്ലപ്പൻ ആരാണെന്ന് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു ആലപ്പുഴക്കാർക്ക്. അതായത് പാസ്പോർട്ട് ഓഫീസിനടുത്ത് സുനിലപ്പൻ തട്ടുകട നടത്തുന്ന മുതലാളിയാണ് ഈ സുനിലപ്പൻ. ഞാൻ സുനിലപ്പനോട് ചോദിച്ചത് ഇന്നെന്താ കട തുറന്നില്ലേന്ന് ചോദിച്ചപ്പോൾ സുനിലപ്പൻ പറഞ്ഞത് നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ കാണത്തുള്ളറാ മോനേന്ന്. പിന്നെ ഞാനൊന്നും ചോദിക്കാൻ നിന്നില്ല. ചക്കരക്കഞ്ഞി ഉണ്ടാക്കാനായിട്ട് പഴം അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ചക്കരക്കഞ്ഞി ഉണ്ടാക്കുന്ന ഒരു പരിപാടി. വെളുപ്പിനെ വന്നിട്ട് ഞാൻ ജസ്റ്റ് വീട്ടിലോട്ടൊന്ന് കുളിച്ച് ഫ്രഷ് ആകാൻ വേണ്ടി പോയതാണ്. ഞാൻ തിരിച്ചു വരുമ്പോഴത്തേക്കും പള്ളിയിൽ ഉസ്താദൊക്കെ വന്നിട്ട് ചെമ്പൊക്കെ പൊട്ടിച്ച് ദുആക്കെ ചെയ്തിട്ട് പോയി. പിന്നെ ഞാൻ വന്നിട്ട് എനിക്കൊരു ചെമ്പ് പൊട്ടിക്കാൻ ഭാഗ്യം കിട്ടി. ഇത് ആ ചെമ്പ് പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നൊരു കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുഴപ്പമില്ല, ആ ചെമ്പ് പൊട്ടിക്കുന്ന വീഡിയോ എടുക്കാൻ പറ്റിയില്ലെങ്കിൽ എനിക്കൊരു ചെമ്പ് പൊട്ടിക്കാനുള്ളൊരു ഭാഗ്യം കിട്ടി. ആ ഒരു ചെറിയൊരു സന്തോഷം വെച്ച് ഞാൻ തൃപ്തിപ്പെടുത്തുന്നു.
ചോറ് പോകും മൂടി എല്ലാം കൂടെ ഉണ്ടാക്കാം ആ ചോറ് കളഞ്ഞു ചോറ് പോയാ ഞാൻ കുത്തും കുത്തിക്കോളാം. എല്ലാം നടന്നുകൊണ്ടിരിക്കുക പരിപാടി. ഇത് കൊടുക്കാനാവത്തില്ല. നല്ല അടിപൊളി ചൂട് പോത്ത് ബിരിയാണി. എടാ മോനേടാ ഷെഫിക്ക സൈഡിൽ ഇട്ടൂടാ, മിക്സ് ചെയ്യടാ. അപ്പൊ നമ്മുടെ പടിഞ്ഞാറൻ ഷാഫി ജുമാ മസ്ജിദില് ഇറച്ചി ചോറൊക്കെ പാക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനിയും ചെമ്പ് പൊട്ടിക്കാനുണ്ട്. കുറെയൊക്കെ ഒരു 45-42 പൊട്ടിച്ച് ഇനി ഒരു 3 കൂടെ പൊട്ടിക്കാണ്ട് ഇത് ഇരിക്കുന്ന ബാക്കിയെല്ലാം പൊട്ടിച്ചത് കാലിയല്ല. നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. എല്ലാം നിറച്ച് ഈ ഉസ്താദിന് ദുആ ചെയ്ത് ഉസ്താദിന് കൊടുക്കാൻ മാത്രം മതി. ആരിസ് മുസ്ലിയാർ ഉണ്ടോ? നല്ല റാഹത്തായിട്ട് കൊടുക്കാൻ വേണ്ടി എല്ലാവർക്കും നല്ല തൃപ്തിയായിട്ട് കഴിക്കാൻ കണ്ടോ, നല്ല അടിപൊളിയായിട്ട് കൊടുക്കുന്നത്. നേർച്ചകൾക്ക് മാത്രം കാണുന്ന വിശിഷ്ടാതിഥി കണ്ടോ, നല്ല അടിപൊളിയായിട്ട് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. കാരണം എല്ലാരും അതിന്റെ ഒരു തിരക്കിലാണ്. എല്ലാരും നല്ല ഉത്സാഹിച്ച് നല്ല
ക്ലീനായിട്ട് ചെയ്യുന്നുണ്ട് എല്ലാ കാര്യങ്ങളും. ഈ ചെമ്പൊക്കെ ഫുള്ള് നിറച്ചു വെച്ചിരിക്കുക. നല്ല പോത്തിറച്ചി. ജൂനിയർ സുല്ലപ്പൻ മൊത്തം നമ്മുടെ പിള്ളേരാ. നമ്മള് സാറ് ഐസലിയ മാത്രമല്ല പുറത്ത് ചീരണികളും കാര്യങ്ങളൊക്കെയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മള് എല്ലാവർക്കും ഉള്ള നേർച്ചച്ചോറ് പെട്ടെന്ന് സെറ്റ് ചെയ്യുകയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 45 മിനിറ്റ് ബിരിയാണി ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഇത്രയും പാക്ക് ചെയ്യണം കണ്ട. അപ്പൊ നമ്മുടെ മഹലിലുള്ളവരും അല്ലാണ്ട് നമ്മുടെ ആൾക്കാരെല്ലാവരും നല്ലതുപോലെ നിന്നതുകൊണ്ട് എല്ലാം നല്ല റാഹത്തായിട്ട് കാര്യങ്ങളൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. വേണം കുറച്ചുകൂടി എളുപ്പം എല്ലാം കണ്ടതെല്ലാരും കാണേണ്ട ഒരു ആഴ്ച ഉണ്ടാവുമല്ലോ. ചെല്ലമ്പൂര് 4 കൂടെ ഉണ്ടായിരുന്നു. സോറി, ഇതുവരെല്ലാം കൂടെ ഉണ്ട്. ഇത് പിന്നെ അവിടെയുണ്ട്. ഇനി അവിടെ പൊട്ടിക്കണ്ട, അവിടെയും പൊട്ടിച്ചോണ്ടിരിക്കും. നല്ല അടിപൊളിയായിട്ട് പോത്തൊക്കെ വെച്ചിരിക്കും. നമ്മൾ ഇന്നലെ കണ്ട ആള് ഇറങ്ങുന്ന സ്ഥലമാണ്. ഇന്നത്തെ ഇങ്ങനെ പറഞ്ഞല്ലോ ജനസാഗരങ്ങൾ ഒഴുകിയിട്ടുള്ളത് കണ്ട. ഇവിടെ ആളുകളുടെ കണ്ടോ കൊടുക്കാൻ തുടങ്ങിയിട്ട് അവിടെ മഴയല്ലായിരുന്നു. അപ്പൊ കുറച്ച് മഴയൊക്കെ മാറിയിട്ടുണ്ട്. അത്യാവശ്യം വലിയ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തർ ചീരലും എടുത്തോണ്ടിരിക്കുകയാണ്. നിങ്ങൾ ആ കാഴ്ച കാണുന്നുണ്ടെങ്കിൽ എന്തേ ഓക്കെ ഓക്കെ കണ്ടോ. ഇതാണ് കണ്ടോ നമ്മുടെ കേരളത്തിന്റെ പല ജില്ലകളിൽ നിന്നും ആൾക്കാർ നമ്മുടെ നേർച്ചച്ചോറ് മേടിക്കാൻ വേണ്ടി വരുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടില്ലേ. ഇപ്പൊ തുടങ്ങിയിട്ടേ ഉള്ളൂ, ആൾക്കാരൊക്കെ വരാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോഴത്തേക്കും ഇത്രയായി. ഇന്നലെ കാണിച്ചു തന്നിരുന്ന റോഡാണെന്ന് നിങ്ങളൊന്ന് കണ്ടു നോക്കും. കണ്ടില്ലേ കണ്ടോ. ഇവിടെ ബാരിക്കേഡ് വെച്ച് പോലീസുകാർ ബാരിക്കേഡ് വെച്ച് അടച്ചിട്ടുണ്ട്. എന്നിട്ടും അതിന്റെ പുറത്തോട്ടൊക്കെ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നത് അല്ലല്ലേ. പോലീസുകാർ ബാരിക്കേഡൊക്കെ വെച്ചിട്ടുണ്ട്. അങ്ങനെ എത്ര ലംഘിന്നാ വന്നതിന് ഞാൻ പുറകിൽ നിന്ന് നിങ്ങൾക്ക് കാണിച്ചില്ല. കണ്ടോ മൊത്തം വിഷയമാണ്. അമ്മമാരൊക്കെ വന്നിട്ട് ഈ വെയിലത്ത് നിൽക്കുന്നതിൻ്റെയാണെന്ന് തോന്നുന്നു. കണ്ടോ ഒരു ഇതാണ് നമ്മുടെ കൊച്ചോടപ്പാലം. ഇവിടുന്ന് പകുതിയായിട്ടുള്ളൂ. ഇതിന് ആ റോഡ് വരെയൊക്കെ മൊത്തം ആൾക്കാർ വരുന്നുണ്ട്. അതിനൊന്നും കൂടെ നിങ്ങൾക്ക് ബാക്ക് സൈഡിൽ നിന്ന് കാണിച്ചുതരാം. ഇല്ല ഇനി ഉണ്ടെന്ന് പള്ളിയുടെ ഫ്രണ്ടില് കണ്ടില്ലേ. പുറകിൽ നിന്നുള്ളൊരു വ്യൂയാണ് നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തന്നിരിക്കുന്നതല്ലേ. കണ്ടില്ലേ
ചീരണിയൊക്കെ ആയിട്ട് പോകുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ ബിരിയാണി വെക്കുന്നത് തൊട്ട് തുടക്കം തൊട്ട് അവസാനം വരെയുള്ള വീഡിയോ ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത്. ഒരു ഇത്തമാരി ചീരണി ഒരേ വർഷം നേരുന്നതാണ് ഒരേ കാര്യങ്ങൾ നടക്കാനൊക്കെ ആയിട്ട് ഒരു നീയത്തിന് നേരുന്നതാണ്. അപ്പൊ അവര് ആ ഒരേ വർഷങ്ങളാകുമ്പം ഒരാളൊക്കെ കൊണ്ട് കൊടുക്കും. കണ്ടോ, അപ്പൊ അവിടെ അകത്ത് പാക്കിംഗ് സെക്ഷനൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല രീതിയിൽ തന്നെ എല്ലാം ഒരുവിധം ഒരു 98% കാര്യങ്ങളൊക്കെ ഒതുങ്ങിയിരിക്കുകയാണ്. ഇത് നമ്മുടെ കേശു സായി. ഞാൻ എവിടുന്നാ നടന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് അറിയത്തില്ല. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മഴയൊക്കെ മാറി നിൽക്കുന്നതുകൊണ്ട് ആൾക്കാരൊക്കെ വരുന്നുണ്ട്. നല്ല റാഹത്തായിട്ട് പരിപാടി നടക്കട്ടെ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ തൊട്ട് നടക്കുന്നൊരു പരിപാടിയാണ്. കണ്ടതേ, അത് എല്ലാവരും വെയിറ്റിങ്ങിലാണ്. ഇനി ആണുങ്ങളുടെ ക്യൂ കാണിച്ചു തരാം. ഇതിപ്പോ തുടങ്ങിയിട്ടില്ല, അതുകൊണ്ടാണ് ഇപ്പം വരാത്തത്. തുടങ്ങി കഴിയുമ്പോഴത്തേക്ക് എന്തായാലും നല്ല രീതിയിൽ ആൾക്കാർ വരും. കണ്ടോ, കണ്ടില്ലേ? ഇവിടെ പിന്നെ ചക്കരക്കഞ്ഞി കൊടുക്കുന്നുണ്ട്. ഞാൻ അതിന്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. വീഡിയോ വരുന്നുണ്ട്, പുറകെ വരുന്നുണ്ട്. ഇപ്പൊ ചക്കരക്കഞ്ഞിയും കൊടുക്കാൻ തുടങ്ങിയിട്ടില്ല കേട്ടോ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഉസ്താദ് വന്ന് ദുആക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ചക്കരക്കഞ്ഞി വിളമ്പത്തുള്ളൂ. ചക്കരക്കഞ്ഞിയുടെ ദമ്മും പൊട്ടിച്ചിട്ടില്ല. കണ്ടോ, എല്ലാം സെറ്റാക്കി ഇട്ടിരിക്കുന്നേ ഉള്ളൂ, വന്നിട്ടില്ല. കൊടുക്കാൻ തുടങ്ങും. അതിന് എന്തായാലും അകത്തോട്ട് വരും. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഉസ്താദ് വരുമ്പം ആ സമയത്ത് അവിടെ കാണും. ഞാൻ നോക്കട്ടെ, പറ്റുമെങ്കിൽ ഫുൾ ആൾക്കാരായതിനു ശേഷം ഞാൻ ഈ വീഡിയോ ഒന്നും കൂടെ എടുക്കും. പുറത്ത് നിന്നിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്നും കൂടി എടുക്കും. അപ്പൊ നിങ്ങൾക്ക് നല്ല രീതിയിൽ മനസ്സിലാവും കാര്യങ്ങൾ. ഇപ്പൊ തുടങ്ങിയിട്ടില്ല, അപ്പൊ തന്നെ ഇത്രയും തിരക്കൊക്കെ തുടങ്ങുമെന്ന് ആലോചിച്ച് നോക്കിയാൽ എന്തോരം ഇങ്ങനെ പറഞ്ഞതുപോലെ ലക്ഷക്കണക്കിന് ആൾക്കാർ ഇവിടെ വന്നു ചേരുന്നതായിരിക്കും. എല്ലാം സെറ്റാക്കി വെച്ചിരിക്കുന്നു. കൊടുക്കാൻ മാത്രമേ എല്ലാരും നല്ല പറഞ്ഞു നെയ്യോ. നമ്മളാണ് നിൽക്കുന്നത്. ഇനി എന്തായാലും ഞാൻ കൊടുക്കുന്ന സമയത്ത് ഈ വീഡിയോ എടുത്ത് കാണിച്ചില്ല കേട്ടോ. ഞാനും പോയി ബാക്കി പണി ചെയ്യട്ടെ. ഞാൻ ഇത്രയും ഒക്കെ പാക്ക് ചെയ്യുന്നു. ഇപ്പൊ ഒന്ന് വീഡിയോ നിങ്ങളെ കാണിക്കണമല്ലോ. അപ്പൊ അതിന്റെ ഒരു ഭാഗമായിട്ട് ഞാൻ പുറത്തോട്ട് ഇറങ്ങിയതാ. സലാത്ത് ചെല്ലുന്നുണ്ട്. അപ്പൊ ഞാൻ ബാക്കി വീഡിയോ കൊടുക്കുന്ന സമയത്ത് കാണിച്ചുതരാം. ഇതാണിപ്പോ ഇത്രയും നിറച്ച് വെച്ചിട്ടുണ്ടല്ലോ. അപ്പൊ നമുക്ക് മൊത്തം നിറച്ചിട്ട് കാണിച്ചുതരാം. ഓക്കെ, അപ്പൊ നമ്മളെ പൊതിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഇപ്പൊ മൊത്തം ഇതുണ്ട്. ഇവിടെ ഇത്രയും സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പൊ പള്ളിയിൽ ദുആയും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ പള്ളിയിൽ ദുആക്ക് കഴിഞ്ഞിട്ട് ഇവിടെ സാധനങ്ങൾ കൊടുക്കാൻ തുടങ്ങും. മൊത്തം ക്യൂ ആണ്. നമ്മുടെ സ്വന്തം നമ്മുടെ സ്വന്തം കളി എല്ലാവരുമായിട്ട് അയക്കുന്നു. കണ്ട, രാവിലെ തൊട്ട് നമ്മളിവിടെ നിൽക്കുകയാണ്. പുറത്ത് ഭയങ്കര ക്യൂ. മഴ പെയ്താൽ എല്ലാവരും ഓടേണ്ടി വരും. അത് അതിന് നിങ്ങൾ കൊടുത്തു മാറണം. സ്റ്റാർട്ട് ചെയ്തോളാം പറഞ്ഞു. സ്റ്റാർട്ട് ചെയ്തോളാം. ചോറ് കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കണ്ട, അതിന്റെ തിരക്കാണ് ഈ കാണുന്നത്. ഭയങ്കര തിരക്ക്. ഇതുണ്ടോ ചോറൊക്കെ എടുക്കും. നല്ല രീതിയിൽ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. ഒരു രക്ഷയില്ല, ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള കാര്യങ്ങളാണ് നടന്നത്. അവിടെ ഇത്താമാരൊക്കെ ഓടി ചാടിയൊക്കെ കീറുന്നതിന്റെ
ആളെ ഞാൻ കുറച്ചെടുത്തു, പക്ഷെ പുറത്തോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ ചിലപ്പോ അകത്തോട്ട് കേൾക്കാൻ കൊടുക്കുന്നില്ലെന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന നോക്കിക്കേ, എന്ത് തിരക്കാണ് നോക്കിക്കേ. മഴയൊന്നും ഒരു വിഷയം പോലും ഇല്ല എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ കണ്ടില്ലേ, സെറ്റായിട്ടാണ് കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത്. 45 കൊണ്ട് ബിരിയാണി നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇവിടുത്തെ വോളണ്ടിയേഴ്സും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് നല്ല അടിപൊളിയായിട്ടാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കണ്ടോ, അതേ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നു. കണ്ടോ, നിങ്ങൾ ഈ കണ്ടോണ്ടിരിക്കുന്ന തിരക്ക് കണ്ട. എനിക്ക് പുറത്തോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതേ കണക്ക് തിരക്കും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. കണ്ടോ, നല്ല കുഴപ്പമൊന്നുമില്ലേ, ആൾക്കാർക്ക് നിൽക്കാനുള്ള വകുപ്പും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ മഴയാണ് ഇവിടെ ചെറിയൊരു വില്ലനായിരുന്നു. കണ്ടില്ലേ, നല്ല തിരക്കാണ്. ഇർഫാനാണ് നമ്മളെ ക്യാമറാമാനായിട്ട് കയറുന്നുള്ളത്. കുഴപ്പമൊന്നുമില്ല, നല്ല മഴയാണ്. വെള്ളമൊക്കെ കുഴപ്പമൊന്നുമില്ല, എല്ലാം സെറ്റായിട്ട് വെച്ചിട്ടില്ല. പക്ഷെ മഴ വീണ്ടും കറക്റ്റ് സമയത്ത് എല്ലാവരും ആ ഒരു നേർച്ചച്ചോറ് മേടിക്കാൻ വേണ്ടി മഴയൊന്നും വിഷയമല്ല എന്നാണ് ആൾക്കാർ പുറത്തു മാറിയിരിക്കുന്നത്. നമ്മളിതിനകത്ത് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതിനെ സെക്യൂരിറ്റിനകത്ത് നിന്നതുകൊണ്ടാണ് പുറത്തോട്ട് തന്നെ വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അടുത്ത് തന്നെ മഴയായിട്ടും നമ്മുടെ നേർച്ചച്ചോറ് മേടിക്കാൻ വേണ്ടി പടിഞ്ഞാറൻ ഷാഫി ജുമാ മസ്ജിദിലെ നേർച്ചച്ചോറ് മേടിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ക്യൂ ആണ് നിങ്ങൾ കണ്ടത്. കണ്ടില്ല, നല്ല മഴ പെയ്യുന്നത്. എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഈ ക്യൂടെ നിങ്ങൾ കണ്ടില്ലേ, ഇന്നലെ കാണിച്ചെന്ന സ്ഥലമാണെന്ന് നിങ്ങൾ തന്നെ ഒന്ന് നോക്കാം. കണ്ടില്ലേ, അങ്ങനെ ഉണ്ട്. മഴ ആയതുകൊണ്ട് കുറച്ച് ആൾക്കാരൊക്കെ കുറഞ്ഞാണ്. ഇത്ര നേരം നല്ല രീതിയിൽ ആൾക്കാരുണ്ടായിരുന്നതാണ്. പക്ഷെ മഴയായപ്പം എല്ലാരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞു. വരും എന്തേക്കും നോക്കിക്കും. അതായത് പള്ളീന്റെ അവിടെ നിന്ന് നേരത്തെ വീഡിയോ ആണ്. അപ്പൊ നോക്കിയാൽ മതി നിങ്ങൾ എത്രത്തോളം ലെങ്കിലാണ് ഞാൻ ഈ വീഡിയോ ആയിട്ട് വരുന്നത്. കണ്ടില്ലേ, മഴയായിട്ട് എല്ലാവരും മഴയൊന്നും മൈൻഡ് ചെയ്യാണ്ട് നിൽക്കുകയാണ് ആൾക്കാർ. ചിലവരൊക്കെ മുഖമൊക്കെ മറക്കുന്നുണ്ട്. മുഖം മറക്കുന്നവരെയൊന്നും കാണിക്കുന്നില്ല. കണ്ടോ, കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് മഴയും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാവരും ഇപ്പം ഉണ്ട്. നാട്ടുകാർ മൊത്തം ഇവിടെ വന്നിരിക്കുകയാണ്. കുറെ ആൾക്കാരൊക്കെ ചോറ് മേടിച്ചിട്ട് പോയി. കാര്യം ഞാൻ ആ സമയത്ത് അകത്തേക്കുമായിരുന്നു. അകത്തുനിന്ന് പുറത്തോട്ട് ഇറങ്ങാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു. അവിടുന്ന് എല്ലാവരും കൂടെ പുറത്തോട്ട് പോയി. ഇവിടം വരെ ഉണ്ട് നമ്മുടെ ക്യൂ. ഇനി ഞാൻ പുറകിൽ നിന്ന് കാണിച്ചില്ല. ഇതാണ് ഈ പാലം, നമ്മുടെ ആലപ്പുഴ കൊച്ചോടപ്പാലത്തിന്റെ അവിടെ നിന്ന് പാലത്തിന്റെ അവിടെ നിന്ന് കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. പിന്നെ അതേ ഓരോരുത്തർ ചീരങ്ങൾ എടുക്കുന്നുണ്ട്. ഞാൻ നേരത്തെ എടുത്ത വീഡിയോ അല്ല, നേരത്തെ എടുത്ത വീഡിയോ ഒക്കെ ആള് കുറവായിരുന്നു. അപ്പൊ പിന്നെ എന്നെ അകത്തോട്ട് കയറ്റത്തില്ലെന്ന് പറഞ്ഞിട്ട് ഞാൻ പുറത്തോട്ട് ഇറങ്ങിയതാണ് നിങ്ങളെ വീഡിയോ കാണിക്കാൻ വേണ്ടി. നോക്കിക്കേ, കുറെ പേര് ചോറൊക്കെ മേടിച്ചിട്ട് വരുന്നുണ്ട്. കുഴപ്പമില്ല, മഴയൊക്കെ മാറി. റഹ്മത്തിന്റെ മഴയാണ് അത്, റഹ്മത്തിന്റെ മഴ. എല്ലാവരുടെയും ചോറ്റുപാത്രമുണ്ട്. അതായത് ചക്കരക്കഞ്ഞിയുടെ ചോറ്റുപാത്രമാണ് എല്ലാവരും. മുഹറമ്മത്തിന്റെ നോമ്പൊക്കെ ആയതുകൊണ്ട് എല്ലാവർക്കും ഇതൊക്കെ മേടിച്ചിട്ട് വേണം പോയി നോമ്പും കാര്യങ്ങളൊക്കെ തുറക്കാൻ വേണ്ടി. ആൾക്കാർ പുറകെ വരുന്നുണ്ട്. ഇവിടെ ബാരിക്കേഡ് വെച്ച് അടച്ചിട്ട് അതിന്റെ പുറകിലാണ് ആൾക്കാരൊക്കെ വന്നത്. അതെ, പോത്തിലെ ബ്ലോക്ക്. ഇന്നലെ ഞാൻ കാണിച്ച വീഡിയോ എടുത്ത സ്ഥലം ആണോന്ന് നിങ്ങൾ തന്നെ നോക്കൂ.
ഇതാണ് സുധീർ ഭായ്. സുധീർക്ക് എല്ലാവർക്കും കിറ്റ് കൊടുത്തു. ചോറ് മേടിച്ചിട്ടുണ്ട്. മഴയാണ്, മഴയായിട്ട് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. എന്നിട്ട് ഞാൻ പിന്നെ വീഡിയോ ഫുൾ എടുക്കുമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അതുകൊണ്ട് മഴയും മഴയാണ് വീഡിയോ എടുക്കാൻ ഇപ്പം നമ്മുടെ നാട്ടിൽ ഒരു കാര്യം നടക്കുന്നത് എല്ലാവരും വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ എന്ന് പറയാൻ നേരത്ത് പുറത്ത് പോയി ആൾക്കാർക്ക് മാത്രമേ എടുക്കുള്ളായിരുന്നു. ഇപ്പൊ ഞാൻ വന്നിരിക്കുന്നത് തുടക്കം തൊട്ട് അവസാനം വരെ നമുക്ക് വീഡിയോ കിട്ടണം എന്നുള്ളൊരു ഇതിൽ തന്നെയാണ് ഞാൻ നിന്നത്. കുഴപ്പമില്ല, നല്ലതുപോലെ തന്നെ നമുക്ക് വീഡിയോ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ നാട്ടുകാർ പ്രവാസികളായിട്ടുള്ള നാട്ടുകാരാണ് നമ്മുടെ നാട്ടുകാർ. അവരുടെ ബന്ധുമിത്രാദികളെയും അവരുടെ പിള്ളേരെയും ഉമ്മാനെയും വാപ്പാനെയും എല്ലാവരെയും നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാൻ പറ്റും. ചിലപ്പോ വന്നിട്ടുണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ കേശുവാണ്. ഇപ്പൊ ആളുകളുടെ ക്യൂ ആണ്. ക്യൂ ഒന്നും വേറെ ലെവലിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇച്ഛാക്കിട്ടാത്തൊരു ക്യൂ ഇട്ടുണ്ട് കാര്യങ്ങളൊന്നും. പിന്നെ ഇവിടെ മറ്റേ ചക്കരക്കഞ്ഞി കൊടുക്കുന്ന ഏരിയ. ചക്കരക്കഞ്ഞി ആളുകളെ ക്യൂ കാണിച്ചില്ല. ഞാൻ നേരത്തെ പറഞ്ഞത് ഇവിടെ ഒരു താഴ്ച ശതമാനം പോലും ആയിട്ടില്ലായിരിക്കും. അപ്പൊ ഞാൻ കാണിച്ചില്ല ക്യൂ ഇവിടെ വരെ എത്തി. നോക്കിക്കേ, ലൈവാണ്. അതെ, ഇതാണ് ആണുങ്ങളുടെ. നിങ്ങൾക്ക് അടുത്ത വർഷം വെച്ചില്ല കാണാം. രാവിലെ ഇവിടെ നാളെ ക്യൂള വയ്ക്കുന്നു. ക്യൂവും കാര്യങ്ങളൊക്കെ അത് മൊത്തം ബ്ലോക്കാണ്. വീഡിയോക്ക് ലെങ്ത് ഉണ്ട്, പക്ഷേ അത് കണക്ക് തന്നെ വീഡിയോക്കകത്ത് കാണാനും കാര്യങ്ങളുണ്ട്. അപ്പൊ നിങ്ങളെല്ലാരും കണ്ടാൽ മതി. കണ്ടോ, മഴയൊക്കെ മാറി നിൽക്കുന്നുണ്ട്. നല്ലൊരു അന്തരീക്ഷമാണ്. വെയിലില്ല, മഴയില്ല. മഴ പെയ്ത് നല്ലൊരു തണുത്തൊരു അന്തരീക്ഷമായിട്ടുണ്ട്. ഇനി ധൈര്യമായിട്ട് എല്ലാവർക്കും നിൽക്കാം. വെയില് ചൂട് കൊള്ളുന്നുള്ള പേടിയൊന്നും വേണ്ട. പക്ഷെ ആദ്യം നല്ല ചൂടായിരുന്നു. ഇടക്ക് രാവിലെ മഴ പെയ്തിട്ട് വെളുപ്പിന് ഇത് വെക്കുന്ന സമയത്ത് മഴ പെയ്തായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് മഴ പോയായിരുന്നു. മഴ പോയിട്ട് നല്ല അന്തരീക്ഷം വന്നതാണ്. ഇപ്പൊ വീണ്ടും വെയിലൊക്കെ വന്ന് നല്ല സെറ്റ് ആയിരുന്നു. പിന്നെ വീണ്ടും നല്ല രീതിയിൽ മഴ കയറി വന്നു. ഇപ്പൊ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുന്നു. ആൾക്കാരെയും കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ. ഇതാണ് നമ്മുടെ ജമാഅത്ത് പടിഞ്ഞാറൻ ഷഫീ ജുമാ മസ്ജിദ് പള്ളി. ഇവിടുത്തെ തിരക്കാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ വീഡിയോക്കകത്ത് വീഡിയോ കാണുന്നവര് അറിയാവുന്നവരൊക്കെ വീഡിയോക്കകത്ത് ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് അടിച്ചേക്കണം കേട്ടോ.
അതെ നമ്മുടെ MLA ജിസ്റ്റ. അപ്പൊ മഴ ചെറുതായിട്ട് കണക്കാക്കിയിട്ടുണ്ട്. ചിലപ്പോൾ തറപ്പാളയൊക്കെ കിട്ടിയിരിക്കുന്നത് നല്ല രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പൊ എനിക്ക് നമ്മൾ ഇതാക്കിയതിന് കുഴപ്പമൊന്നുമില്ല. ഞാനിത് എടുക്കുവാണ് വീട്ടിലോട്ട് പോകുന്നത്. വീട്ടിൽ വന്നിട്ട് ഞാൻ കാണിച്ചു തരാം കുറെ കാര്യങ്ങൾ. ഇത് ഈ ഫുഡിന്റെ നമ്മള് ഫുഡ് ഉണ്ടാക്കുന്ന വീഡിയോ എടുക്കുന്നത് നമ്മൾ കഴിച്ചതിന്റെ അഭിപ്രായം കൂടെ പറയാം. അപ്പൊ നേരെ വീഡിയോ. അപ്പൊ ഗൈസ് നമ്മൾ പള്ളിയിൽ നിന്ന് കിട്ടിയ നേർച്ചച്ചോറുമായിട്ട് വന്നിട്ടുണ്ട്. നേർച്ചച്ചോറ് ഇടുന്ന വീഡിയോ എടുക്കാൻ പറ്റില്ല, കാരണം ചോറ് കിട്ടിയ ആക്രാന്തത്തിൽ പെട്ടെന്ന് പ്ലേറ്റ് ഇട്ട് കഴിക്കാൻ നേരത്തെ ആലോചിച്ചത്. ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നല്ലോ. അപ്പൊ ഇത് എനിക്ക് വേണ്ടി എടുത്തിരിക്കുകയാണ്, ഇത് ജച്ചാക്ക് വേണ്ടി എടുത്തിരിക്കുകയാണ്. ജച്ചാ കുറച്ചേ കഴിക്കുന്നുള്ളൂ, അതുകൊണ്ട് ജച്ചാക്ക് എടുത്തിരിക്കുകയാണ്. അപ്പൊ ഇതാണ് നമ്മുടെ പടിഞ്ഞാറൻ ഷാഫി ജുമാ മസ്ജിദിലെ നേർച്ചച്ചോറ്. നിങ്ങൾ കണ്ടായിരുന്നല്ലോ ജനമെല്ലാം. അപ്പൊ ഞാനും കഴിച്ചിട്ട് ഇതിന്റെ റിസൾട്ട് പറയണമല്ലോ. ഇന്നലെ തൊട്ട് നിന്നെടുക്കുന്ന വീഡിയോ ആണ്. അപ്പൊ മുഹറം 10 നോക്കി ഇങ്ങോട്ട് തന്നെ ആ പോത്തിന്റെയൊക്കെ വേവ് നിങ്ങൾ നോക്കിക്കേ എങ്ങനെയുണ്ടോ നോക്ക്. നിങ്ങൾ തന്നെ കണ്ടിട്ട് പറയാതെ എങ്ങനെയുണ്ട് പോത്ത്. എന്നിട്ട് നൈസായിട്ട് ഇതേ ഒരു പോത്ത് പീസും ചുമ്മാ പച്ചക്ക് വാരി തിന്ന ചോറ്, പീസ് വേണമെന്നില്ല. അതേ കണക്കത്തെ ചോറതെ ഈ ചോറ് എടുത്തില്ലേ. അടിപൊളി, ഒരു രക്ഷയില്ല. അതായത് ഒരു കണ്ടെയ്നറിനകത്ത്, ഒരു കണ്ടെയ്നർ പാത്രം നിങ്ങൾ കണ്ടാലോ, ആ ഒരു കണ്ടെയ്നർ പാത്രത്തിനകത്ത് 2 പേർക്ക് നല്ല അടിപൊളിയായിട്ട് വയ്ക്കാം. നല്ല ബീഫും ഉണ്ട്, അത് കണക്ക് തന്നെ നല്ല റൈസും ഉണ്ട്. ഇത് കണ്ടോ നല്ല പഞ്ഞി കണക്കിരിക്കുന്ന റൈസ് കണ്ടില്ലേ, അടിപൊളി റൈസാ. ഒരു പീസ് ഇത് തന്നെ ഇതെടുത്തിട്ട് നമുക്ക് ജച്ചാക്ക് കൊടുക്കാം. ജച്ചാക്ക് കൊടുത്തേ എങ്ങനെയുണ്ട്? അപ്പൊ അവിടെ ബിരിയാണി ഉണ്ടാക്കുന്ന സ്ഥലത്തൊക്കെ നിന്നുകൊണ്ടാണ് ഗ്ലാമറൊക്കെ ഇച്ചിരി കുറവ്. കാരണം നല്ല ചൂടടിച്ച് തിളച്ചു നിന്നിട്ടൊക്കെ വരുവാണ്. അപ്പൊ നമ്മൾ രണ്ടും കൂടി ബിരിയാണി അതെ. അപ്പൊ ഞാൻ കാണിച്ചു തരാം. നല്ല പോത്തും നല്ല ചോറൊക്കെ ഇങ്ങനെ എടുത്തിട്ട് ഇതണ്ട ജച്ചാക്ക് വെച്ച് കൊടുക്കണം. ജച്ച അഭിപ്രായം പറയട്ടെ എങ്ങനെയുണ്ട്? നല്ല അടിപൊളി ചോറാണ്. ഇതൊക്കെ കണ്ട ബീഫിന്റെ പീസൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. നല്ല വെന്ത് 45 എണ്ണ ബിരിയാണിയാണ്. നല്ല സിമ്പിൾ ആയിട്ടൊക്കെ വെച്ച് പറയുന്നത്. സത്യം പറഞ്ഞാൽ എന്റെ കിളി പോയി അത് കണ്ടപ്പോ. പക്ഷെ ഒരു ചെമ്പ് പോലും ഓരോന്നുമ്പോഴും ഒരു കുഴപ്പമില്ലാണ്ട് എല്ലാത്തിനും ഒരേപോലെ മസാലയും അതേപോലെ തന്നെ പോത്തും റൈസും എല്ലാം ഒരേ ക്വാണ്ടിറ്റിയിലാണ്. എല്ലാം ഈ ബീഫൊക്കെ നേർച്ച ചോറായതുകൊണ്ട് എല്ലാം അളന്ന് മുറിച്ച് കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഓരോ ചെമ്പിലോട്ടും എത്ര അളവിന് വേണം അതേ കണക്കത്തെ രീതിയിലാണ് എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ ആലപ്പുഴ പടിഞ്ഞാറൻ ഷാഫി ജുമാ മസ്ജിദിലെ മുഹറം 10 9 10 അതായത് മുഹറം 9-നാണ് ചോറൊക്കെ വെക്കാൻ തുടങ്ങുന്നത്. 45 ബിരിയാണി രാവിലെ തുടങ്ങുന്ന പരിപാടിയാണ്. മുഹറം 10-ന് എല്ലാവർക്കും കൊടുക്കണ്ടേ. മഴയൊക്കെ ആയിട്ട് നിങ്ങൾ കണ്ടല്ലേ ക്യൂ, ഞാൻ വീഡിയോക്കകത്ത് കാണിച്ചു, നിങ്ങൾ കണ്ടു നോക്ക്. എന്താന്ന് വെച്ചാൽ നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി. ഈ മഴയും കൊണ്ടൊക്കെ ആൾക്കാർ അങ്ങനെ നിക്കണമെന്നുണ്ടെങ്കിൽ ആ ചോറിന്റെ ആ ഒരു ഗുണവും ആ ഒരു ടേസ്റ്റും എന്തായിട്ടായിരിക്കണം. മഴയത്ത് പോലും ആൾക്കാർ എങ്ങോട്ട് പോകില്ല, മഴയും കൊണ്ടുണ്ട് അവിടെ നിൽക്കുക. നിങ്ങൾ കണ്ടില്ല എന്തോരം ജനമായിരുന്നു. ഈ വീഡിയോ എത്രമാത്രം കാണുമെന്നൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. പക്ഷേ ഭയങ്കര തിരക്കായിരുന്നു. ഭയങ്കര തിരക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ പിടിച്ചാ കിട്ടാത്ത കണക്കത്തെ തിരക്കായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് ഞാനും ഒരു ചോറ് എടുത്തുകൊണ്ട് വന്നിട്ട് നമ്മൾ രണ്ടുപേരും കൂടി ഇരുന്ന് കഴിക്കുകയാണ്. ആ നേർച്ചച്ചോറ് നമ്മളും കഴിച്ചിട്ട് അതിന്റെ റിസൾട്ട് പറയണല്ലോ. എങ്ങനെയുണ്ട്? അതായത് നമുക്കൊരു വേസ്റ്റ് പീസും ഇല്ല. കറക്റ്റ് ബീഫിന്റെ പീസൊക്കെ എത്തുന്നത് നല്ല വെന്ത. അതായത് ഇങ്ങനെ ചോറുമായിട്ട് ഇങ്ങനെ ഇതാക്കണം. ഞാൻ കൈ പിടിച്ചെടുക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ കിട്ടുന്നത്. കണ്ടോ ഇതിങ്ങനെ ചോറ് ബീഫിന്റെ പീസൊക്കെ എടുത്തിട്ട് നല്ല ക്വാളിറ്റി ഉണ്ടല്ലോ ചോറിന്. ക്വാളിറ്റി കഴിവൊക്കെ ഇട്ടു. ലോക്കൽ സെറ്റപ്പ് ഒന്നും ഇല്ല നമ്മളിവിടെ.
അപ്പൊ എന്തായാലും അടിപൊളിയാണ്, സൂപ്പറാണ്. അടിപൊളി ചോറാണ്. ഇൻഷാല്ലാ മരിച്ചില്ലെങ്കിൽ നിങ്ങൾ എല്ലാവരും അടുത്ത മുഹറം 10 നമ്മുടെ ആലപ്പുഴ പടിഞ്ഞാറൻ ഷാഫി ജുമാ മസ്ജിദ് പള്ളിയിലുള്ള ഈ നേർച്ചച്ചോറ് മേടിക്കാൻ വേണ്ടി നിങ്ങൾ എല്ലാവരും വരുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഫുൾ വീഡിയോ ഇട്ടിട്ടുണ്ട്, എന്തൊക്കെ ഈ ചോറിനകത്ത് ഇട്ടിട്ടുണ്ട് എല്ലാം ഞാൻ ഒരെണ്ണം പോലും കളയാണ്ട് എല്ലാം എടുത്തിട്ടുണ്ട്. അതിന്റെ രാത്രി ഉറക്കമൊക്കെ കളഞ്ഞിട്ട് ഞാൻ പോയെടുത്ത വീഡിയോ ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ ഒന്ന് കാണണം, കണ്ടിട്ട് നോക്ക്, നിങ്ങൾ തന്നെ പറ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഈ വീഡിയോക്ക് വേണ്ടി ഞാൻ എന്തോരം എഫേർട്ട് എടുത്തിട്ടുണ്ടെന്ന്. അപ്പൊ നമുക്ക് ഏതായാലും ചോറ് കഴിയാം. ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, അപ്പൊ ഫുള്ള് കഴിക്കണം. അപ്പൊ നമുക്ക് എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ ബൈ.